ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 3-ാം സ്കന്ധം 24-ാം അധ്യായം. കപില പ്രാദുർഭാവം. ഹരേ. മൈത്രേയൻ പറഞ്ഞു, വിരക്തി പൂണ്ടേവമോതും ശ്ലാഘ്യയാം മനുപുത്രിയിൽ ദയാലുവായി വിഷ്ണു ചൊന്നതോർത്തു ചൊന്നാൻ മുനീശ്വരൻ. ഋഷി പറഞ്ഞു, ദുഃഖിച്ചിടായിക ഹേ രാജസുതേ, ദോഷവിവർജിതേ, വിളംബമെന്നേ നിൻ ഗർഭം പ്രാപിക്കും നിത്യനാം ഹരി. ഭദ്രം തേ ഭക്തി നിയമം ദമം ദ്രവിണദാനവും തപസ്സും പൂണ്ടീശനെ നീ ഭജിക്കുക. ധൃതവ്രതേ, ത്വൽസേവയാൽ നിൻ മകനായി തീർന്നൻ കീർത്തി വളർത്തുവോൻ വിഷ്ണു തത്വോപദേശത്താൽ നിൻ അജ്ഞാനമറുത്തിടും. മൈത്രേയൻ പറഞ്ഞു, ദേവഹൂതിയും അഭർതൃശാസനം കേട്ടു സാദരം ഭജിച്ചു കൂടസ്ഥനായ പരംപുരുഷനെ ഭൃശം. ഏറെ കഴിയവേ ദാരുവിങ്കൽ തീപ്പോൽ ജഗൽപ്രഭു കർദമന്തൻ വീര്യമാർന്നു പിറന്നാൻ അവളിൽ സ്വയം. ഹരേ. വാദിത്ര ഘനശബ്ദങ്ങളുണ്ടായി വാനിൽ തഥാ മുതാ പാടി ഗന്ധർവപതികൾ ആടിനാർ അപ്സരസ്സുകൾ. വാനത്തു നിന്നും ദേവന്മാർ തൂകിനാർ പുഷ്പവൃഷ്ടികൾ. തെളിഞ്ഞു ദിക്തടം സർവം വാരിയും സർവചിത്തവും. ആ സരസ്വതി ചൂഴുന്ന കർദമാശ്രമഭൂമിയിൽ മരീചി തൊട്ടുള്ള ഋഷിമാരൊത്തണഞ്ഞാൻ അജൻ തഥാ. തത്വസംഖ്യാന വിജ്ഞപ്തിക്കായി ശ്രീ ഭഗവാൻ ഹരി സത്വാംശത്താൽ പിറന്നെന്നു കേട്ട അജൻ ജ്ഞാനവാരിധി. പരിശുദ്ധ മനസ്സൊത്തു തൽക്കാരുണ്യം പുകഴ്ത്തുവാൻ പ്രഹൃഷ്ടേന്ദ്രിയനായി വന്നു ചൊന്നാൻ കർദമനോടിതം. ബ്രഹ്മാവ് പറഞ്ഞു, എന്നെ മാനിച്ചു കുഞ്ഞേ നീ, എൻ സന്ദേശം ഗ്രഹിച്ചു നീ. എൻ പൂജ നിഷ്കപടമായി തീർന്നിരിക്കാരണത്തിനാൽ സാദരം ഗുരുവാക്യത്തെ സ്വീകരിക്കുന്നതൊന്നു താൻ പിതാവിനോട് പുത്രന്മാർ ചെയ്യേണ്ടും ധർമ്മം എപ്പോഴും. സുന്ദരാംഗികളാം നിന്റെ പുത്രിമാരിവരാത്മജ സ്വപ്രഭാവങ്ങളാൽ ലോകം വർദ്ധിപ്പിക്കും അനേകഥ. അതിനാൽ ഈ പുത്രികളെ ശീലൗദാര്യാദി നോക്കി നീ ഋഷിമുഖ്യർക്കേകി നിന്റെ കീർത്തി പാരിൽ പരത്തുക. സ്വമായയാൽ ദേഹമാണ്ടു സർവാഭീഷ്ടതനാം ഹരി കപിലാഖ്യയൊടിങ്ങുണ്ടാം എന്നുള്ളതറിയുന്നു ഞാൻ. ജ്ഞാനവിജ്ഞാനയോഗത്താൽ കർമ്മമൂലമറുക്കുവാൻ ഹിരണ്യകേശൻ പത്മാക്ഷൻ പത്മമുദ്രാവതാംബുജൻ പ്രവിഷ്ടനായി മനുസുതേ തവ ഗർഭത്തിൽ ഈശ്വരൻ. അജ്ഞാനഗ്രന്ഥി ഭേദിച്ചു ചരിക്കുമവൻ ഉർവിയിൽ സിദ്ധർക്കുനാഥനായി സാഖ്യഗുരുക്കന്മാർക്ക് പൂജ്യനായി കപിലാഖ്യയുടെ ദേവൻ തവ കീർത്തി വളർത്തിടും. മൈത്രേയൻ പറഞ്ഞു, ഏവം ആശ്വാസമേകിത്തൻ ധാമം ആഹംസവാഹനൻ സനകാദികളും നാരദർശിയും ചേർന്നു പൂകിനാൻ. ബ്രഹ്മദേവൻ മറഞ്ഞപ്പോൾ അച്ചൊല്ലിൻപടി കർദമൻ യഥോചിതം പുത്രിമാരെ മരീച്യാദ്യർക്കു നൽകിനാൻ. മരീചിക്കേകി കലയെ അത്രിക്കായനസൂയയെ പുലസ്ത്യന്നു ഹവിർഭൂവെ ശ്രദ്ധയെ അങ്കിരസിനും ഗതിയെ പുലഹന്നേകി ക്രിയയെ ക്രതുവിന്നുമേ ഭൃഗുവിനും വസിഷ്ഠനും ഖ്യാത്യരുന്ധതിമാരെയും അഥർവാവിന്നേകി പിന്നെ യജ്ഞാധിഷ്ഠാത്രിശാന്തയെ ദാനമാനാദിയാൽ തോഷിപ്പിക്കുകയും ചെയ്തു കർദമൻ. വേളിക്കു ശേഷം ഋഷിമാർ യാത്ര ചോദിച്ചു തുഷ്ടരായി സ്വാശ്രമങ്ങളിലേക്കായി പുറപ്പെട്ടാർ കൃതാദരം. പുത്രനായി ത്രിയുഗൻ വിഷ്ണു വന്നതായി കണ്ടു കർദമൻ രഹസ്യമായി ചെന്നു നമസ്കരിച്ചിങ്ങനെയോതിനാൻ. കർമ്മദോഷങ്ങളാൽ ഘോര സംസാരത്തിൽ ദഹിക്കുവോർ നീണാൾ ഭജിച്ചേ ദേവന്മാർ പ്രസാദിക്കുള്ളു നിശ്ചയം. ബഹുജന്മങ്ങളാൽ പാകം വന്ന യോഗസമാധിയാൽ ഗൂഢസ്ഥലത്തു യജ്ഞിപ്പതാരെ കാണാൻ യതേന്ദ്രിയർ. അസാക്ഷാൽ ദേവനീ ഗ്രാമ്യന്മാർ തൻ ലാഘവമേതുമേ ഗണിക്കാതിങ്ങ് സംജാതനായി ഭക്താനുകമ്പയാൽ പ്രതിജ്ഞാപാലനത്തിനായി എൻ ഗൃഹത്തിൽ പിറന്നു നീ. ഭക്തന്മാർക്ക് ആദരം നൽകാൻ ജ്ഞാനശാസ്ത്രം രചിക്കുവാൻ ഏതേതു രൂപം നിൻ ഭക്തന്മാർക്കു ഹൃദ്യം. അതൊക്കെയും അരൂപിയാകും അങ്ങേക്കു ചേർന്ന രൂപങ്ങൾ താൻ ഹരേ. തത്വം ഗ്രഹിക്കുന്നതിനായി വിജ്ഞരെന്നും തൊഴും പാദമെഴുമ്പുമാനെ. ഐശ്വര്യവിജ്ഞാന വിരക്തി കീർത്തി ശ്രീധർമ്മസമ്പന്നനെ ആനമിപ്പൻ. പരൻ പ്രധാനം പുരുഷൻ മഹാനും കാലം ത്രിയുക്തൻ കവിലോകപാലൻ. ചിച്ഛക്തിയാൽ വിശ്വമടക്കുവോൻ നീ സ്വാധീനശക്തേ കപിലാഖ്യകൂപ്പാം പ്രജേശ. നിന്നാൽ ഋണമുക്തനായി ഞാൻ കാമങ്ങളും നേടി ഇനി ഭവാനെ ഉൾച്ചേർത്തു സന്യാസപദം വിശോകം ചരിക്കുവൻ കൽപ്പന നൽകിയാലും ഹരേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മൽപ്രോക്തം വൈദികത്തിനും പ്രമാണം ലൗകികത്തിനും സത്യം പാലിക്കുവാനിങ്ങു പിറന്നേനതിനാൽ മുനേ
ലിംഗബന്ധം വിടാനോർപ്പോർക്ക് ആത്മദർശന സമ്മതം തത്വസംഖ്യാനിർണയത്തിനീ മഞ്ഞിങ്കൽ പിറന്നു ഞാൻ. സൂക്ഷ്മമാത്മവധം ദീർഘകാലത്താൽ ഇഹ നഷ്ടമായി. തൽപ്രചാരാർത്ഥം ഇദ്ദേഹം പൂണ്ടു ഞാനെന്നു കാൺക നീ. എന്നിൽ സന്യസ്തകർമാവായി ദുർജയം മൃത്യുവെന്നു നീ ഉപാസിക്കുക. മോക്ഷാപ്തിക്കെന്നെ പോക യഥാഹിതം. സ്വയം പ്രകാശൻ സർവാന്തര്യാമിയാമെന്ന ബുദ്ധിയാൽ സ്വാത്മാവിൽ കണ്ടു നീ ശോകഭയഹീനത്വമാർന്നിടും സർവകർമ്മപ്രശമനി ആകും അധ്യാത്മവിദ്യയെ അമ്മയ്ക്കുമേകാം അഭയമേവം അമ്മയുമാർന്നിടും. മൈത്രേയൻ പറഞ്ഞു. ഏവം കപിലനാൽ ചൊല്ലപ്പെട്ട കർദമനാമൃഷി ഭഗവാനെ വലം വച്ചു വാനപ്രസ്ഥം വരിച്ചുതേ. മൗനവ്രതസ്ഥൻ നിസ്സംഗൻ ആത്മൈക ശരണൻ മുനി. എങ്ങും വാഴാതെ നിഷ്കർമ്മം ചരിച്ചാൻ മന്നിലെങ്ങുമേ. ഗുണാവഭാസം വിഗുണം സ്ഥൂല സൂക്ഷ്മത്തിനും പരം. ഏകാന്തഭക്തി സംഗമ്യം ബ്രഹ്മത്തിൽ ചിത്തമൂന്നിയും. നിരഹങ്കൃതി നിർദ്വന്ദ്വൻ നിർമ്മമൻ സമഭാവനൻ. വിക്ഷേപരഹിതം ധിയാൽ നിശ്ചലാബ്ധിക്കു തുല്യനായി. സർവജ്ഞനാം പ്രത്യേകാത്മാവായ സാക്ഷാൽ മുകുന്ദനിൽ ഉത്കൃഷ്ടഭക്തിയാൽ ലബ്ധചിത്തനായി ബന്ധഹീനനായി ആത്മാവാമീശനെ സർവഭൂതങ്ങളിലും അവിധം ആത്മാവിൽ സർവഭൂതങ്ങളെയും കാൺമൊരു ധീരനായി രാഗദ്വേഷാദി അറ്റുള്ള ഭക്തിയുക്തം മനസ്സിനാൽ സമദൃക്കായി ബ്രഹ്മരൂപനായും തീർന്നിതവൻ ക്രമാൽ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 24-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ ഹരേ നാരായണ. ഹരേ ഗുരുവായൂരപ്പാ ശരണം.